ഇന്ന് എൻ്റെ വെണ്ട ചെടിയുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഇത് ഞാനന്നൊരു വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വെണ്ട പൂവെല്ലാം ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ലോണം കായായി വന്നിട്ടുണ്ട്. ഇന്നത്തെ തോരൻ വെണ്ട കൊണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 3-4 വെണ്ട തൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ട നമുക്ക് കിട്ടും. തോരൻ വെക്കാനും സാമ്പാറിലിടാനൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള വിഷരഹിതമായിട്ടുള്ള വെണ്ട നമുക്ക് കിട്ടും. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ വളർത്തിയുണ്ടാക്കിയ ചെടിയിൽ നിന്ന് തന്നെ വെണ്ടയെല്ലാം പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. പിന്നെ ഇതിന് ഞാൻ രാവിലെ തന്നെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറിയതാണ്. ഇതിന് കഞ്ഞിവെള്ളവും പിന്നെ അരി കഴുകിയ വെള്ളം, പിന്നെ ചെറുപയർ, കടല, ഉഴുന്ന് ഇതൊക്കെ കഴുകിയ വെള്ളം എല്ലാം ഞാനൊരു ബക്കറ്റിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കും. പിന്നെ തേങ്ങ പൊളിച്ച തേങ്ങ ഉടയ്ക്കുമ്പോഴുള്ള ആ വെള്ളം ഇതൊക്കെ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കും. അത് ഇങ്ങനെ ചെടിക്ക് ഇങ്ങനെ ഇലയിലും എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിന് പ്രത്യേകം വേറെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഈ വെള്ളം തന്നെ മതി. ഡെയിലി നമുക്ക് കിട്ടുന്ന കഞ്ഞിവെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ചാൽ നമുക്ക് നനയ്ക്കുമ്പോഴെല്ലാം അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും. പിന്നെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവുകയും ചെയ്യും. കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. നല്ലോണം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്കിങ്ങനെ ചെടി മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പയറിൻ്റെ ഇല കൂടി ഞാൻ തോരൻ വെക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അധികമായിട്ടുള്ള ഇലയെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്താൽ നല്ലൊരു പയറില തോരൻ ഉണ്ടാക്കാം. ഇന്ന് വെണ്ടയും പയറും കൊണ്ടുള്ള ഒരു തോരനാണ് വെക്കുന്നത്. ഇനി വെണ്ട നമുക്കിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ പച്ചക്കറിക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറിയേക്കാളും നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതിങ്ങനെ ഞാൻ റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പയറിൻ്റെ ഇലയും നമുക്കിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പയറിൻ്റെ ഇല വീതിയുള്ളതായതുകൊണ്ട് ഇതിൻ്റെ നടുക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അത് അരിഞ്ഞെടുക്കാം. കുറച്ച് ചീരയും കൂടി കിട്ടിയിരുന്നു. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു തോരൻ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുടുക്ക വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയാൽ നമുക്ക് വെണ്ട ആദ്യം ഇതിലേക്ക്
ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെണ്ട വേവാൻ കുറച്ച് വെള്ളം, അധികം വേണ്ട, കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വെണ്ട വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചീരയും പയറിലയും പിന്നെ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇനി ഒന്നുകൂടി വേവാനുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ സമ്മിശ്ര തോരൻ ഇവിടെ തയ്യാറായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ടും അറിയിക്കുക.